വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ് ഇന്ത്യക്കുള്ളിലുള്ള ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ 114 റഫേൽ ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കുന്നുണ്ട്. അപ്പം ആ ഡീൽ ഓൾറെഡി കൺഫേം ചെയ്ത സ്ഥിതിക്ക് അതോടൊപ്പം നമ്മൾ 31 റഫേൽ എം ഫൈറ്റർ ജെറ്റ്, അതായത് മറൈൻ ഫൈറ്റർ ജെറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഓർഡറും നമ്മൾ കൊടുക്കും എന്നാണ് ഡിഫൻസ് അക്വിസിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് 31 അഡീഷണൽ റഫേൽ മറൈൻ ഫൈറ്റർ ജെറ്റ്. ഇത് ഫ്രഞ്ച് മീഡിയ ആയിട്ടുള്ള ലാ ട്രൈബ്യൂണെ എന്ന് പറഞ്ഞ ആ ഒരു പത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വാരിക്കോരി ഇങ്ങനെ ഓർഡറുകൾ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഓൾറെഡി കൊടുത്ത ഓർഡറുകളുമായിട്ട് ബന്ധപ്പെട്ടും കൂടുതൽ പ്രഷർ ഇട്ട് ആ ഓർഡർ ചെയ്ത സാധനങ്ങൾ നേരത്തെ കൂട്ടി വാങ്ങിക്കാനുള്ള ആ ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഓൾറെഡി തന്നെ 26 റഫേൽ മറൈൻ ഫൈറ്റർ ജെറ്റുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കൃത്യമായിട്ട് എഗ്രി ചെയ്ത ടൈം ലൈനിൽ ഫ്രാൻസിന് ഡെലിവറി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ട് വേണം നമ്മൾ അധികം ഓർഡർ വീണ്ടും പ്ലേസ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ആ ഡെഡ് ലൈൻ വരെ നമ്മൾ ബ്ലിങ്കസ് അടിച്ച് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവസാന ഘട്ടത്തിലായിരിക്കും നമുക്ക് അത് കിട്ടില്ല, ഇത് കിട്ടില്ല, ഇനിയും 1 വർഷം ടൈം എടുക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വീണ്ടും വരും. അപ്പം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് പ്രീവിയസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഡെലിവറി ഉറപ്പുവരുത്തുക ആദ്യം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന 114 റഫേൽ ഫൈറ്റർ ജെറ്റുകളിൽ 96 എണ്ണം നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെ അസംബിൾ ചെയ്യും. ഈ റഫേൽ ഫൈറ്റർ ജെറ്റുകളുടെ പാർട്സുകൾ മൊത്തം ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന് ഇന്ത്യക്കുള്ളിൽ വെച്ചിട്ടായിരിക്കും അത് അസംബിൾ ചെയ്യുന്നത്. ഫ്രാൻസിൻ്റെ H125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അസംബ്ലി ലൈൻ യൂണിറ്റ് ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയും തമ്മിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനോഗ്രേഷൻ ഇന്ത്യക്കുള്ളിൽ നടത്തും എന്നാണ് പറയുന്നത്. ഈ H125 ഹെലികോപ്റ്ററിൻ്റെ അസംബ്ലി ലൈൻ ഇന്ത്യക്കുള്ളിൽ ഏറ്റെടുത്തിരിക്കുന്നത് ടാറ്റയാണ്. അത് ടാറ്റയും എയർബസും കൂടി ചേർന്ന് ഇന്ത്യക്കുള്ളിൽ അവർ ഓൾറെഡി തന്നെ അവർക്കിവിടെ ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ കർണാടകയിൽ വേമഗൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ H125 ഹെലികോപ്റ്ററിൻ്റെ അസംബ്ലി ലൈൻ യൂണിറ്റ് അവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത്. ഇന്ത്യയും ഗ്രീസും തമ്മിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു കരാർ, അതായത് ഫ്യൂച്ചറിസ്റ്റിക് കരാറാണ്. തേജാസ് MK1A ഫൈറ്റർ ജെറ്റ് നമ്മൾ ഗ്രീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഡെമോൺസ്ട്രേഷനിൽ അവർ വളരെ തൃപ്തരാണ്, സംതൃപ്തിയോടുകൂടിയാണ് അവർ ഈ ഡെമോൺസ്ട്രേഷൻ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തത്. അപ്പം ഇതിനെ തുടർന്ന് ഗ്രീസും ഇന്ത്യയും തമ്മിൽ നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും അതേപോലെ ഗ്രീസിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററും തമ്മിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ തേജാസ് MK1A ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അപ്കമിങ് മാനുഫാക്ചറിങ്ങിൽ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ ഈ തേജാസ് ഫൈറ്റർ ജെറ്റ് ഗ്രീസ് വാങ്ങിക്കാനുള്ള സാധ്യതയും ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിലൂടെ ഗ്രീസും ഇന്ത്യയും തമ്മിൽ സ്ട്രാറ്റജിക് ഏവിയേഷൻ അലയൻസ് എന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഡിഫൻസ് മിനിസ്ട്രിയും തമ്മിൽ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 6ാമത്തെ ആനുവൽ ഡിഫൻസ് ഡയലോഗാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടത്തിയത്. ഇതിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഡിഫൻസ് മേഖലയിൽ പലതരത്തിലുള്ള എഗ്രിമെൻറ്റുകൾക്കാണ് ഇവിടെ ധാരണയായത്. പ്രത്യേകിച്ച് നമ്മൾ ഡിഫൻസ് മേഖലയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള എയർഫോഴ്സിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ കൂടുതൽ വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഡിഫൻസ് അലയൻസ് എഗ്രിമെൻറ്റുകളാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഗ്ലോബൽ AI സബ്മിറ്റിൽ ശരിക്കും ഭീമന്മാരായിട്ടുള്ള കമ്പനികളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. ആമസോൺ പങ്കെടുക്കുന്നുണ്ട്, ആക്സെഞ്ചർ എന്ന് പറഞ്ഞൊരു കമ്പനി പങ്കെടുക്കുന്നുണ്ട്, ക്വാൽകം, അതേപോലെ വെർറ്റീവ്, ഇതേപോലത്തെ കമ്പനികളെല്ലാം തന്നെ ഈ AI സബ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് കമ്പനികളുണ്ട്, ഇപ്പോൾ എല്ലാം തന്നെ ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ വളരെ നിർണായകമായിട്ടുള്ള IT മേഖലയിലുള്ള എല്ലാ കമ്പനികളും തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഈ AI സബ്മിറ്റ് വലിയ രീതിയിൽ ആഗോളതലത്തിൽ വലിയ രീതിയിൽ പ്രചാരണം നേടിക്കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി. ഇത് പ്രധാനമായിട്ട് ഇതെടുത്ത് പറയാനുള്ള കാരണം UN സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് ഇന്ത്യയെ അപ്രിഷിയേറ്റ് ചെയ്ത് ഈ AI സബ്മിറ്റ് നടക്കാൻ ഇന്ത്യ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് ഈ ചുരുങ്ങിയ കാലയളവിൽ വളരെ മികച്ച നിലയിലാണ് ഇന്ത്യ പെർഫോം ചെയ്യുന്നത്. പ്രത്യേകിച്ച് IT സെക്ടറിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്നൊക്കെയുള്ള അപ്രിസിയേഷൻ നോട്ടാണ് ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത്. ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് ഓക്കെയാണ്, നാളെ ചൈനയെ പോഴ്ത്തി പറയും, ഓരോ രാജ്യങ്ങളെയും കുറിച്ച് പുള്ളിക്കാരൻ പറയും. കാരണം UN ആണല്ലോ, വലിയ രീതിയിൽ നമ്മളിപ്പോൾ അതിനെ നോക്കി കാണേണ്ടതില്ല. പക്ഷേ എന്നാലും ഒരു അപ്രിസിയേഷൻ നോട്ടാണ്. UN വരെ ഇന്ത്യയുടെ AI സബ്മിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് പാകിസ്ഥാനെ കുറിച്ച് ഈ ഇടപെട്ട കാലങ്ങളിൽ വന്ന അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ UNSCയുടെ ചെയർപേഴ്സണായിട്ട് പാകിസ്ഥാൻ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഉള്ളിലെ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞ സംഘടനയെ ഒരിക്കൽ കൂടി നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടന എന്ന പട്ടികയിൽ തന്നെ ഇന്ത്യ നിലനിർത്തിയിരിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ വിജയം. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇന്ത്യയെക്കുറിച്ചുള്ള അപ്രിസിയേഷൻ നോട്ട്
UN സൈഡിൽ നിന്ന് വരുന്നത്. അതും പ്രത്യേകിച്ച് UN ചെയർപേഴ്സൺ ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസിന്റെ നാവിൽ നിന്ന് തന്നെ വരുന്നത്. അതാണ് നമ്മളിവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടത്. അത് ഇന്ത്യയുടെ ക്വാളിറ്റി ഓഫ് ഗ്രോത്ത് എങ്ങോട്ടാണ്, പാകിസ്ഥാൻ എങ്ങോട്ടാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഇന്നലെ ക്രിക്കറ്റ് മത്സരം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി അത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷെ എന്നാലും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇന്നലെ കളിച്ചു. ശരിക്കും പാകിസ്ഥാന് വൻ പരാജയമായിരുന്നു. അപ്പോൾ എന്തായാലും വിജയിച്ച സ്ഥിതിക്ക് നമ്മൾ ഹാപ്പിയാണ്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇന്ത്യൻ ആർമി ഒരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 50,000 മൈൻ നിർമ്മിക്കാനുള്ള കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മൈനിൻ്റെ പ്രത്യേകത സെൽഫ് ന്യൂട്രലൈസ്ഡ് മൈനാണ്. അപ്പോൾ ഈ 50,000 മൈനും നമ്മൾ എവിടെയാണ് സ്ഥാപിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള LIC ഉണ്ടല്ലോ, അവിടെ ആ ബോർഡറിൽ ഒട്ടാകെ നമ്മളങ്ങ് പതിപ്പിക്കാൻ പോവുകയാണ്. പാകിസ്ഥാൻ്റെ ബോർഡറിൽ മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ ബോർഡറിലും കൂടി നമ്മൾ ഇത് പതിപ്പിക്കണം. വളരെ വളരെ അനിവാര്യമാണ് ഈ വിഷയം. കാരണം നമ്മളുടെ ബോർഡർ എങ്ങനെ സെക്യൂർ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ റൈറ്റാണ്. നിരന്തരം ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞു കയറുന്നത് കൊണ്ട് തന്നെ ബംഗ്ലാദേശ് ബോർഡറിൽ നമുക്ക് ഇത് വെക്കാവുന്നേ ഉള്ളൂ. കയറി വരുന്നവൻ കാലെടുത്ത് വെക്കുമ്പോഴേ പൊട്ടും, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് 50,000 യൂണിറ്റാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഓൾറെഡി തന്നെ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു. ഇമീഡിയറ്റ് ആയിട്ട് ഭാരത് എർത്ത് മൂവേഴ്സ് കമ്പനിയിൽ നിന്നും അത് ഇന്ത്യൻ ആർമിയിലേക്ക് കൈമാറുകയാണ്. വൈഭവ് ആൻറ്റി ടാങ്ക് മൈൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇന്ത്യക്കാർക്ക്, അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഇറാനും ബൊളീവിയയും, ഈ 2 രാജ്യങ്ങളും വിസ ഫ്രീ ട്രാവൽ റദ്ദാക്കിയിരിക്കുകയാണ്. വിസ ഫ്രീ ട്രാവൽ, അതായത് ഇതിനു മുമ്പ് ഇറാനിലും നമുക്ക് ഓൺ അറൈവൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിസ കിട്ടും. അപ്പോൾ വിസ ഇല്ലാതെ തന്നെ ഇറാനിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ കഴിയും ഇന്ത്യക്കാർക്ക്. അതുപോലെ ബൊളീവിയയ്ക്കും ഇതേ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2 രാജ്യങ്ങളും ഈ ഫെസിലിറ്റി എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അതും കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് ഓൾറെഡി തന്നെ ചില ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ ഇത് റദ്ദാക്കിയിരിക്കുന്നത്. വേറെ പല ജെന്യൂൺ റീസൺ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് അറിയിക്കുന്നുണ്ടെങ്കിലും ഇറാനുമായിട്ട് ഇപ്പോൾ നിലവിലെ ഇന്ത്യയുടെ ബന്ധം അത്ര സുഖകരമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ തെഹ്രിക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ഇമ്രാൻഖാനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കറാച്ചിയിൽ നടത്തിയ റാലിയാണ് നിങ്ങളിവിടെ കാണുന്നത്. പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റിന് പല സ്ഥലങ്ങളിൽ നിന്നാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അതിലിപ്പോൾ ഒരു പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇമ്രാൻഖാൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ശ്രീലങ്കയിൽ നടന്ന T20 വേൾഡ് കപ്പ് മത്സരത്തെ തുടർന്ന് ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാകിസ്ഥാനി ജേഴ്സി ഇട്ടിരിക്കുന്ന ഒരാൾ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് മാറിയിട്ട് ആഘോഷിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതേപോലെ പല അഭ്യാസങ്ങളുണ്ട്. पाकिस्तान का जर्सी पहना हुआ था बंदा, फिर इंडिया का जर्सी पहन लिया. देखो भाई. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ വിജയത്തിനെ വലിയ രീതിയിലാണ് ആഘോഷിച്ചത്. ഇന്ത്യ ഇന്നലെ പാകിസ്ഥാനുമായിട്ടുള്ള മാച്ച് വിജയിച്ചതിനെ തുടർന്ന് ബലൂചിസ്ഥാനിലുള്ള ബലൂച്ചികൾ നടത്തിയ ഡാൻസ് രംഗമാണ് ഇവിടെ കാണുന്നത്. ഇതിലെല്ലാം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനെതിരെയുള്ള വികാരം ബലൂചിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. मेरा नाम मोहम्मद शराम है, मेरी वालिद का नाम मोहम्मद रियाज अली है. मैं शेखपुरा से तल्लुक़ रखता हूं. അതുപോലെ പാകിസ്ഥാന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥരെ അഥവാ ആർമിയിലുള്ള സോൾജേഴ്സിനെയൊക്കെ ബലൂചിസ്ഥാനികൾ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് ഭയങ്കര വൈറലാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പം ഇങ്ങനെ പാക് ആർമിയിൽപ്പെട്ട ആൾക്കാരെ ഇതേപോലെ ബലൂചിസ്ഥാനികൾ നിരന്തരം പിടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ
പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.